ഇറാൻ അമേരിക്ക യുദ്ധം കൊണ്ട് ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, ക്വാണ്ടം ബിസിനസ് പ്രതിവർഷം $850 മില്യൺ ക്വാണ്ടം, അതായത് ഉറ ബിസിനസ് തകിടം മറിഞ്ഞിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. ഇങ്ങനെ തിരുവനന്തപുരത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൻ്റെ 170 കോടിയോളം വരുന്ന ക്വാണ്ടം ബിസിനസ്സും ആകെ വെള്ളത്തിലാണ്. ഇതൊക്കെ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഒരു വർഷം $850 മില്യൺ കൈകാര്യം ചെയ്യുന്ന ഉറ ബിസിനസ്സും ആകെ പരിമിതിയിലാണ്. അത്രമാത്രം ലോകത്തത് ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ശരി. എന്തായാലും റബ്ബർ കർഷകർക്ക് ഇത് വലിയ ഗുണം ചെയ്യും. ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം, നമ്മളീ പറഞ്ഞതുപോലെ പാലിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാത്രമല്ല, ക്വാണ്ടങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കാൻ ഉള്ള ശ്രമത്തിലാണ് എന്നല്ല, വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മലേഷ്യൻ കമ്പനിയാണ്. അവർ ഏതാണ്ട് 30% വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരക്കസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അവർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ക്വാണ്ടത്തിൻ്റെ വില വർദ്ധിക്കും എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ലോകത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ യുദ്ധം കൊണ്ട് പണ്ട് നമ്മൾ കരുതിയിരുന്നത് അമേരിക്കയും അല്ലെങ്കിൽ ഈ പാശ്ചാത്യർ അല്ലെങ്കിൽ ഇറാനികൾ അല്ലെങ്കിൽ പേർഷ്യക്കാർ യുദ്ധം ചെയ്താൽ നമുക്കെന്ത് നഷ്ടം, നമുക്കെന്താ എന്ന് കരുതിയിരുന്ന കാലം മാറി. ഇപ്പോൾ ലോകം കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ ഏതു ചലനവും വ്യക്തി ജീവിതങ്ങളിൽ ഓരോ വ്യക്തിയെയും അത് ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ ഇറാൻ അമേരിക്ക യുദ്ധം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചരക്ക് ലഭ്യമാകാതെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം 10-40 കൊല്ലത്തോളം അല്ലെങ്കിൽ ആ ഒരു ദീർഘകാലത്തോളം ഇറാൻ എന്ന അല്ലെങ്കിൽ ഇറാഖ് എന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ഇത്രയും കാലം ജനങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖവും ഒന്നും ഇവർ തിരിച്ചറിയുന്നില്ലേ? ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു അടുപ്പിച്ച ദിവസങ്ങളിൽ ഇവർ ഇത്രയും ബുദ്ധിമുട്ടിയപ്പോൾ വർഷങ്ങളായി ബുദ്ധിമുട്ടുന്ന ഈ മനുഷ്യരുടെ ദീനരോധനം തിരിച്ചറിയണ്ടേ? ഇവിടെ പോയി ആഗോള മനുഷ്യാവകാശ പ്രവർത്തകർ തിരിച്ചറിയുക. പ്രധാനമായി ചിന്തിക്കേണ്ടത്, ഒരിക്കലും ഞാൻ ഒരു ഏകാധിപതികളെയോ അല്ലെങ്കിൽ ഏകാധിപത്യ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അടിച്ചമർത്തുന്ന ജനതകളുടെ കൂടെ തന്നെയാണ് എൻ്റെ ഫുൾ സപ്പോർട്ടും. ഏകാധിപതികൾ ഒരിക്കലും പാഴാൻ പാടില്ലാതെ നമ്മൾ തിരിച്ചറിയണം. ഏകാധിപതികളെ പൂർണ്ണമായും നമ്മൾ നിരോധിക്കുന്നത്. പക്ഷേ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനുഷ്യനെയും ഒരു നേതാവിനെയും നാം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് ജനാധിപത്യത്തിൻ്റെ ഹിംസയാണ്. അതിന് നാം ഒരിക്കലും തയ്യാറാകേണ്ടതില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത് വില വർധനവിനെക്കുറിച്ചുമാണ്. അപ്പോൾ നാം തയ്യാറെടുത്തിരിക്കുക. ഇനി ഇലക്ഷൻ കഴിഞ്ഞ് മെയ് 4 മുതൽ അങ്ങോട്ട് വില വർധനത്തിൻ്റെ ദിനമാണ്. മിൽമ പാൽ വില കൂട്ടി ആയിട്ടുണ്ട്. സർക്കാർ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഉടനെ, റിസൾട്ട് ഡിക്ലെയർ ചെയ്തു തന്നെ അത് പ്രഖ്യാപനത്തിലാകും. ഒപ്പം മറ്റു ഈ എന്താ പറയുക, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ മാറിയിരിക്കുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ നേതാക്കൾ ഉൾപ്പെടുന്ന പാർട്ടിക്കാരും പെട്രോളും ഡീസലൊക്കെ വില കൂട്ടുന്നു. ഇതുവരെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയ ചരിത്രം ഇല്ല. എന്തായാലും അതൊന്നും നടക്കാൻ പോലില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ വീണ്ടും നമ്മൾ മലയാളികൾ പഴയതുപോലെ വീണ്ടും ഒരു 5 വർഷത്തെ വാഗ്ദാന പെരുമഴയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക. എവിടെയും കള്ളത്തരങ്ങൾ മാത്രമാണ്. മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ചു അധികാരത്തിലെത്തുന്നവർക്ക് യാതൊരു ഉളുപ്പുമില്ല. അധികാരത്തിലിരിക്കുന്നവർക്ക്, നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മറ്റു പാർട്ടികളുടെ നേതൃനിരയിൽ ഇരിക്കുന്നവരുമായിട്ട് ആത്മബന്ധത്തിലാണ്, അഗാധമായ ഫ്രണ്ട്ഷിപ്പിലാണ് എന്ന കാര്യം തീർച്ചയായും ഓർക്കണം. എപ്പോഴും അണികൾ അല്ലെങ്കിൽ ജനങ്ങൾ മാത്രമാണ് വിഡ്ഢികൾ. നേതാക്കന്മാർ ആരും പലപ്പോഴും അവരുടെ ഇംഗിതങ്ങൾക്ക് ഒത്തു നിൽക്കാത്തവരൊഴിച്ചു ബാക്കി എല്ലാ രാഷ്ട്രീയ ഉന്നതന്മാരും നേതാക്കളും ഒരേ പ്ലേറ്റിൽ ഒരേ തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എന്താ പറയുക, സൊറ പറയുന്നവരാണ് എന്നത് തിരിച്ചറിയണം. സാധാരണ ജനം ഒന്നിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു പോയിരിക്കുന്നു. തിരിച്ചറിയുക, നന്മയെ തിരിച്ചറിയണം. സാഹോദര്യം, സ്നേഹം, മതസൗഹാർദ്ദം ഒക്കെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വാർത്തയുമായി വേഗം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.